ഹലോ ഗായ്സ്, ഡെയിലി ഷോപ്പിൽ വന്നാൽ പോകുന്ന സമയം വരെ ഓരോരോ വീഡിയോസ് എടുക്കുന്നവരുണ്ട്. ചെക്കന്മാർക്ക് ഇപ്പൊ ക്യാമറയുടെ മുമ്പിൽ ഒരാളെ മടിയൊക്കെ മാറിയേക്കണ്ട. ഉച്ചക്ക് ബ്രേക്ക് ടൈമിന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് കൂട്ടുകാരൻ വിളിക്കുന്നത് 10 ദിറംസിന് പുലാവ് വാങ്ങി കൊണ്ടുവരാൻ പറ്റുമെന്ന്. അങ്ങനെ അവനക്കുള്ള ഫുഡും കൊടുത്ത് എനിക്കുള്ള ഫുഡ് കഴിക്കുകയും ചെയ്ത് റെസ്റ്റും കഴിഞ്ഞിട്ട് വൈകുന്നേരം നേരെ ഡ്യൂട്ടിക്ക് തന്നെ കയറിയിരിക്കാണ്. ലീവ് എടുക്കാണ്ട് വർക്ക് ചെയ്തിട്ടാണെന്ന് അറിയില്ല, കുറച്ച് ദിവസമായിട്ട് കിളി മൊത്തം പോയി കിടക്കുകയാണ്. മാസത്തിലാകെ ഒരു ലീവാണുള്ളതിനും ഇപ്പൊ അത് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അത് കിട്ടിയിട്ടാണ് മൊത്തത്തിൽ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിക്കുമ്പോൾ കൂട്ടുകാരൻ വിളിക്കുന്നത് രാത്രി മദ്യനാജായത്ക്ക് വരണ എന്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ഡ്യൂട്ടി കഴിഞ്ഞ് അടുത്ത ബസ്സിന് തന്നെ മദ്യനാജായത്ക്ക് പോകാന്ന് വിചാരിച്ച് റൂമിലെത്തിയപ്പോഴാണ് റൂമത്തൊക്കെ ഞണ്ടുകറി ഉണ്ടാക്കുന്നത്. പിന്നെ സമയം കുറച്ച് വൈകിയാലും കുഴപ്പമില്ലാന്ന് വിചാരിച്ചിട്ട് ഫുഡും കഴിച്ച് ലാസ്റ്റ് ബസ്സിനെ കയറിയത്. ലാസ്റ്റ് ബസ് ആയതുകൊണ്ടാന്ന് അറിയില്ല, ആൾക്കാർ കുറച്ച് കുറവായിരുന്നു ബസ്സിൽ. അതുകൊണ്ട് തന്നെ സീറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. ബസ്സിൽ കയറി പാട്ടും കേട്ടിരുന്നിട്ട് മദ്യനാജായത്തിൽ പോയി ഇറങ്ങിയപ്പോൾ ഞാനിത് ഈ മുതലിനെ കാണുന്നത്. ഇടയ്ക്കിടയ്ക്ക് വാട്സാപ്പ് ചാറ്റിങ്ങും കോളൊക്കെ ഉണ്ടെങ്കിലും പരസ്പരങ്ങളെ കണ്ടിട്ട് 2 കൊല്ലമാവാനായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കാതെ കണ്ടപ്പോൾ രണ്ടാൾക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പഴയ ഷോപ്പിന്റെ അടുക്ക് പൊക്കോണ്ടിരുന്നപ്പോൾ തന്നെ അവിടെ ചെക്കന്മാരൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നത് കാണുന്നത്. പിന്നെ സമയം കളയാണ്ട് നേരെ ചെക്കന്റെ ബർത്ത്ഡേ പരിപാടി ഒരൊറ്റ പോക്കായിരുന്നു. നമ്മളവിടെ എത്തിയപ്പോഴത്തേന് കേക്കൊക്കെ വാങ്ങിയിട്ട് എല്ലാവരും സെറ്റായിരിക്കായിരുന്നു. സംഭവം ചെറുക്കന്റെ ബർത്ത്ഡേ ആണ്, നമുക്ക് പാർട്ടിയൊക്കെ ഉണ്ട്, പരിപാടിയൊക്കെ അടിപൊളിയൊക്കെ തന്നെയാണ്. പക്ഷെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ രാവിലെ 10 മണിക്ക് എനിക്ക് ഡ്യൂട്ടി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ പരിപാടി കഴിഞ്ഞാൽ രാവിലത്തെ ഫസ്റ്റ് ബസ്സിന് റിട്ടേൺ പോകും വേണം. വീഡിയോ എടുക്കുന്നുണ്ട്, നാളെ റീലാക്കിയിട്ട് പോസ്റ്റ് ചെയ്യുന്ന പറഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവർ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കേക്കും കട്ട് ചെയ്ത് ഫുഡും കഴിച്ചിട്ട് രാവിലെ നേരത്തെ പോകാറുള്ളതുകൊണ്ട് ഞങ്ങൾ നേരെ റൂമിൽ തന്നെ പോവാണ്. എന്റെ ഉറക്കം എന്തായാലും വള്ളത്തിലായി. പിന്നെ നമ്മളെ ബർത്ത്ഡേ പോയിക്കാണെങ്കിൽ ഇന്ന് ലീവാണെന്നും പറഞ്ഞു. ലീവാണെങ്കിൽ പിന്നെ ഇവിടെ നിൽക്കണ്ട, വേഗം പോയി നമുക്ക് മുസഫേക്ക് പോകാന്ന് പറഞ്ഞ് ചക്കനെ മോട്ടറാക്കി നേരെ ഒറ്റ പോക്കായിരുന്നു. ബസ് കയറി 5 മിനിറ്റ് ആയപ്പോഴത്തേന് മൂപ്പര് ഉറങ്ങാൻ തുടങ്ങിക്കണേ. എനിക്കെപ്പോഴാണ് വന്ന് ഉറങ്ങാൻ വേണ്ടി പറ്റുക. അങ്ങനെ 1 മണിക്കൂർ ബസ്സിൽ ഉറക്കം നോങ്ങിയിരുന്നാണ് ഞങ്ങൾ നേരത്തെ ഞങ്ങൾ റൂമിൽ എത്തിയിട്ടുണ്ട്. എത്തിയപ്പോഴത്തേന് 9:30 മണിയായിക്കണം. 10 മണിക്കാണെങ്കിൽ ഡ്യൂട്ടിക്കും പോകണം. ആ ചെറിയ ഗ്യാപ്പിൽ ചെറുക്കനക്ക് റൂമിന്റെ വൈഫൈ എടുത്ത് കൊടുത്ത് കുറച്ചു നേരം ക്യാമ്പൊക്കെ കാണിച്ചിട്ട് ഞാൻ നേരെ വേഗം തൂക്കി ഡ്യൂട്ടിക്ക് തന്നെ ഇറങ്ങി. ആള് നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം വന്നിട്ട് ഞാൻ റിട്ടേൺ പോകുകയെന്ന് പറഞ്ഞിട്ട് അടുത്ത പ്രാവശ്യത്തെ ലീവിന് എന്തായാലും ഇങ്ങോട്ട് വരാമെന്നും പറഞ്ഞിട്ട്. ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.